പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅതു ഹുറും. ബഹുമാന്യരായ LTQ മാസ്റ്റർ ക്ലബ്ബിലെ അംഗങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റജബും അനാചാരങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് റജബ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനം അള്ളാഹു പഠിപ്പിക്കുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചത് മാസങ്ങളുടെ എണ്ണം 12 എന്നും മിൻഹ അർബഅത ഹുറും, അതിൽ 4 മാസം പവിത്രതയുള്ള മാസമാണ് എന്നും. അതിൽ മുഹറമാണ്, റജബാണ്, ദുൽഖഅദയാണ്, ദുൽഹിജ്ജ 4 മാസം. അതിൽപ്പെട്ട റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു പവിത്ര കൽപ്പിക്കപ്പെട്ട മാസത്തിൽ നമ്മൾ അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചാൽ അതിൽ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖാല ഖതാദ റഹിമഹുല്ലാഹ്, അൽ അമലു സ്വാലിഹ് അഗ്ളമു അജ്റൻ ഫി അശ്ഹരിൽ ഹറം. ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു പവിത്രമാക്കപ്പെട്ട മാസത്തിൽ പ്രവർത്തിക്കുന്ന അമലുകൾക്കാണ്. പക്ഷേ ഇന്ന് ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നടക്കുന്ന മാസമാകുന്ന. അതിൽ ഒന്നാമത്തേത് ബിദ്അത്തായി എണ്ണപ്പെടുന്നത് റജബ് മാസത്തെ അറിയിച്ചു കൊടുത്താൽ അത് റജബ് മാസത്തിലുള്ള പ്രാർത്ഥന, അത് പ്രത്യേക പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥന. എന്നാൽ ഈ പ്രാർത്ഥന ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സിയാദ് ബിൻ നുമൈർ എന്ന് പറയപ്പെടുന്ന ആള്, അദ്ദേഹം ദഈഫാണ്, ആ ഹദീസ് ദുർബലനാണ് എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കപ്പെട്ടത്. അതേപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള നോമ്പ്, അതും തന്നെ ബിദ്അത്താണ് എന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത്, വഅമ്മ സൗമു റജബിൻ ബിഖുസൂസിഹി, റജബിൽ പ്രത്യേകമുള്ള നോമ്പ് ഫഅഹാദീസുഹു കുല്ലുഹാ ദഈഫത്തുൻ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുഴുവൻ ദഈഫാണ്. ബൽ അല്ലെങ്കിൽ ഹുവ മൗദൂഅൻ, അത് കെട്ടിച്ചമച്ച ഹദീസുകളാണ് എന്നതാണ്. അതുകൊണ്ട് വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണ് നമ്മുടെ മാതൃക. പ്രവാചകൻ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുൻ ഫഹുവ റദ്ദുൻ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മോട് കൽപ്പിച്ചത് അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക, സ്വഹീഹ് ഹദീസ് സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.